ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വർഗീയ പരാമർശം നടത്തിയെന്ന പേരിൽ ഷർമിഷ്ഠ പനോളി എന്ന 22-കാരിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നാം കണ്ടതാണ്. പൂനെയിലെ നിയമവിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ് ഷർമിഷ്ഠ. ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുന്നുവെന്നായിരുന്നു ഷർമിഷ്ഠ തന്റെ വിവാദ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്യുകയും ഷർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തുവെന്നും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്നാൽ വീഡിയോ നീക്കം ചെയ്തതിന് മുൻപ് തന്നെ ഷർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിന് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞാണ് മമതാ ബാനർജിയുടെ പോലീസ് അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് വെള്ളിയാഴ്ച രാത്രി ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ കൊൽക്കത്ത പോലീസ് ഷർമിഷ്ഠയെ ഗുരുഗ്രാമിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഷർമിഷ്ഠ പൂനെ നിയമ സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമാണ്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന വീഡിയോകളാണ് അവരെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പാകിസ്ഥാൻ യുവാവ് എത്തിയിരുന്നു. ഇതിനുള്ള മറുപടി 2025 മെയ് 14 ഷർമിഷ്ഠ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ബോളിവുഡ് നടന്മാർ പാലിച്ച മൗനത്തെയും നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ഇതാണ് വിവാദമായത്. ആയതല്ല ആക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം പ്രവാചകന്മാരെ അധിക്ഷേപിച്ചു എന്നതായിരുന്നു ഷർമിഷ്ഠയ്ക്കെതിരായ മറ്റൊരു ആരോപണം. വീഡിയോ വൈറലായതോടെ അറസ്റ്റ് ഷർമിഷ്ഠ പോലുള്ള നിരവധി ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. വധഭീഷണിയും നിരവധി പരാതികളാണ് ഷർമിഷ്ഠയ്ക്കെതിരെ കൊൽക്കത്ത പോലീസിനും ലഭിച്ചതെന്നവർ പറയുന്നു. ഷർമിഷ്ഠയ്ക്കും കുടുംബത്തിനും വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റാൻ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. നോട്ടീസുകൾ കൈപ്പറ്റാത്തതിനാലും മറുപടി ലഭിക്കാത്തതിനാലും കൊൽക്കത്തയിലെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അങ്ങനെ അവർ അറസ്റ്റിലുമായി. കൂടുതൽ അന്വേഷണത്തിനും ഫോറൻസിക് പരിശോധനയ്ക്കുമായി പോലീസ് ഷർമിഷ്ഠയുടെ ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുത്തിരുന്നു. ശനിയാഴ്ച അലിയപ്പൂർ കോടതിയായിരുന്നു ഷർമിഷ്ഠയുടെ വിചാരണ നടത്തിയത്. ജാമ്യത്തിന് അപേക്ഷിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. അവരെ ജൂൺ 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. നിയമപരമായി സാധ്യമായ എല്ലാം ചെയ്തു. വക്കീൽ നോട്ടീസ് കുടുംബത്തിന് നൽകാൻ ശ്രമിച്ചെങ്കിലും അവർ ഒളിവിലായതിനാൽ അത് കൈപ്പറ്റിയിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. തെറ്റിദ്ധരിപ്പിക്കുന്നതും വിവാദമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണം എന്നാണ് കൊൽക്കത്ത പോലീസ് ശേഷം പറഞ്ഞത്. ഷർമിഷ്ഠ ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ നടിയും രാഷ്ട്രീയ നേതാവുമായ കങ്കണ റണാവത്ത് ഷർമിഷ്ഠയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. ഷർമിഷ്ഠ തന്റെ വീഡിയോയിൽ ചില അസുഖകരമായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്നത് ഞാനും ശരിവെക്കുന്നു. എന്നാൽ ഈ കാലത്ത് എല്ലാ യുവാക്കളും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അവർ താൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞു, പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ഇനിയും അവരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുത്. ഷർമിഷ്ഠയെ ഉടൻ വിട്ടയക്കണം എന്നായിരുന്നു കങ്കണയുടെ വാക്കുകൾ. എന്നാൽ പിന്തുണ അറിയിച്ചതിന് പിന്നാലെ കങ്കണയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തി. കങ്കണ വിവാദ പ്രസംഗത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് എന്നായിരുന്നു പ്രധാന ആക്ഷേപം. ഷർമിഷ്ഠയുടെ അറസ്റ്റിന് ശേഷം നിരവധി ആളുകൾ ചേരിതിരിഞ്ഞ് വാഗ്വാദം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഒരു പക്ഷവും മാപ്പ് പറഞ്ഞതിനാൽ ക്ഷമിക്കാമെന്ന് മറ്റൊരു പക്ഷവും പറയുന്നു. ഷർമിഷ്ഠ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതോടെ സോഷ്യൽ മീഡിയ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുകയാണ്. BJPയും പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിന്റേത് പ്രീണന രാഷ്ട്രീയമാണെന്നും ഇതിന്റെ ഭാഗമായാണ് ഷർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് BJPയുടെ ആരോപണം. വീഡിയോ നീക്കം ചെയ്തിട്ടും മാപ്പ് പറഞ്ഞിട്ടും മമതാ ബാനർജിയുടെ പോലീസ് രാഖ്യുരാമാനം നിയമ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തെന്നും ഇത് നീതിക്ക് വേണ്ടിയല്ലെന്നും പ്രീണനത്തിന് വേണ്ടിയാണെന്നും ബംഗാൾ BJP പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗന്ധ മജുംദാർ ആരോപിച്ചു. നീക്കം ചെയ്ത വീഡിയോയുടെ പേരിലാണ് ഇപ്പോൾ നിയമ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്തത്. ഒരു കലാപവുമില്ല, യാതൊരു അസ്വസ്ഥതകളുമില്ല. എന്നിട്ടും മമതയുടെ പോലീസ് ഒരൊറ്റ രാത്രി കൊണ്ട് നടപടി സ്വീകരിച്ചു. ഇത് നീതിക്ക് വേണ്ടിയല്ല, പകരം പ്രീണനത്തിന് വേണ്ടിയാണ്. തൃണമൂൽ നേതാക്കൾ സനാതനധർമ്മത്തെ അപമാനിച്ചപ്പോഴോ മഹാകുംഭമേളയോ പരിഹസിച്ചപ്പോഴോ ഒരു FIRോ അറസ്റ്റോ ഉണ്ടായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ശരിയാണ്, മമത വാതുറക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് നൊന്താൽ മമതയ്ക്ക് നോവും.